നമസ്കാരം. വാട്ടർ സോൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. ഈ ചാനൽ മുഖ്യമായിട്ടും വാട്ടർ പ്യൂരിഫിക്കേഷൻ്റെ വിവിധ വശങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു തുടർച്ചയായ ക്ലാസ്സുകൾ ആണ്. അതായത് നമ്മുടെ സാധാരണക്കാരായ പലർക്കും വളരെയധികം ഉപയോഗപ്രദമായ ഒരു ക്ലാസ്സുകളാണ് ഇതിലൂടെ നൽകാനായി ഞാൻ ശ്രമിക്കുന്നത്. ഈ വീഡിയോ ആദ്യമായി കാണുകയാണെങ്കിൽ ഇതിനുള്ള മുമ്പുള്ള വീഡിയോ കൂടി നിങ്ങൾ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതൊരു കണ്ടിന്യൂസ് ആയിട്ടുള്ള കുറേ ക്ലാസ്സുകളാണ്. ഇപ്പോഴെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്ന ക്ലാസ്സുകൾ മുഴുവൻ വാട്ടർ പ്യൂരിഫിക്കേഷനിലെ സെഡിമെൻറ്റ് ഫിൽട്ടറൈസേഷനെ കുറിച്ചിട്ട് ഉള്ളതാണ്. അപ്പോൾ ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോയിൽ പൈപ്പ് ഫിൽറ്റേഴ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. അതായത് ഇപ്പോൾ യൂട്യൂബിലും മറ്റും നമ്മൾ കൂടുതൽ സെർച്ച് ചെയ്താൽ കാണുന്ന ഒരു ഫിൽറ്ററിംഗ് രീതിയാണ് പൈപ്പ് ഫിൽറ്റർ എന്നുള്ളത്. ഈ പൈപ്പ് ഫിൽറ്ററിൻ്റെ അഡ്വാൻറ്റേജസ് ആൻഡ് ഡിസഡ്വാൻറ്റേജസ് എന്ന് പറഞ്ഞ് ഞാൻ മറ്റൊരു വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിരുന്നു. ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മുന്നിൽ ഞാൻ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ഈ പൈപ്പ് ഫിൽറ്റർ ഏത് രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന്. നിങ്ങൾ മറ്റുള്ള യൂട്യൂബ് ചാനലുകളിൽ എല്ലാം കണ്ടപ്പോൾ അതിലാരും ഇതുപോലെ ഒരു ലൈവ് ഡെമോൺസ്ട്രേഷൻ തന്നതായിട്ട് കാണില്ല. ഇത് നിങ്ങൾക്ക് ലൈവായിട്ട് അതിൻ്റെ ഒരു ഡെമോൺസ്ട്രേഷനാണ് ഞാനിതിൽ കാണിക്കുന്നത്. ഏത് രീതിയിൽ ഈ പൈപ്പ് ഫിൽട്ടർ ചെയ്യുന്നു. ഇതിനു മുമ്പുള്ള വീഡിയോസിലെല്ലാം ഞാൻ പല ഫിൽറ്ററിങ് രീതിയിലും ഞാൻ ഇതേപോലെ അതിൻ്റെ വീഡിയോസ് കാണിച്ചിരുന്നു. ഇതും അപ്രകാരമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് പോകാം. ഇതാണ് പൈപ്പ് ഫിൽറ്ററിൻ്റെ ജലം പുറത്തേക്ക് വരുന്ന ക്യാപ്പ്. അതിന് പുറത്തേക്ക് വരുന്നത് കൊണ്ടാണ് ഔട്ട് എന്ന് ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഇതിലൂടെയാണ് വെള്ളം പുറത്ത് വരുന്നത്. അപ്പോൾ അത് പുറത്ത് വരുമ്പോൾ മറ്റുള്ള മാലിന്യങ്ങൾ, മണൽത്തരികൾ അങ്ങനെയുള്ള എല്ലാം വരണ്ട എന്ന് കരുതിയിട്ട് കുറച്ചുകൂടി നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു ഡിസ്ക് ഫിൽറ്റർ ഞാൻ അതിൽ കൊടുത്തിരിക്കുകയാണ്. ഇത് സാധാരണയായിട്ട് മൾട്ടിപോർട്ട് വാൾവുകളുടെ കൂടെ വരുന്നതാണ്. ആ മൾട്ടിപോർട്ട് വാൾവ് വരുന്ന അതിൽ വരുന്ന സ്റ്റെയിനറാണ് ഇത്. ഇതിൻ്റെ 1 ഇഞ്ച് നമുക്ക് പൈപ്പ് ഇതിലേക്ക് കണക്ട് ചെയ്യാം. ഇതിനെയാണ് ഞാൻ ഒരു ഫിൽട്ടർ ആയിട്ട് കൊടുക്കുന്നത്. ഇതിനെ നമ്മുടെ ഔട്ട് വരുന്ന അതിലേക്ക് അങ്ങോട്ടേക്ക് കണക്ട് ചെയ്യുന്നു. ഇങ്ങനെ കണക്ട് ചെയ്ത് അതിനെ വയ്ക്കുന്നു. അപ്പോൾ ഈ ഫിൽറ്ററിൽ കൂടിയിട്ട് വെള്ളം വരുമ്പോൾ അതിൽ ചെറിയ പാർട്ടിക്കിൾസ്, മണൽത്തരിയുടെയോ മറ്റുള്ള അംശങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. ഇത് വെള്ളം ഇന്ന് കൊടുക്കാനുള്ളതാണ്, വാട്ടർ ഇന്ന് കൊടുക്കുന്നത്. അത് 1 ഇഞ്ചിൻ്റെ എൻ ക്യാപ്പ് വെച്ചിട്ട് ഞാൻ അടച്ചിട്ടുണ്ട്. അതിൽ കുറേ ഹോൾസ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിന് പുറമേ ഞാൻ ഒരു മെഷ് കൂടി അതിൻ്റെ ഉള്ളിൽ വെച്ചതിന് ശേഷമാണ് ഇത് വെച്ച് അടച്ചു വെച്ചിരിക്കുന്നത്. അതായത് ചെറിയ തരികളോ ഇലകളുടെ വല്ല അംശങ്ങളോ ഒന്നും വരാതിരിക്കാൻ വളരെ ചെറിയ ഒരു മെഷ് അവിടെ വെച്ചിട്ടുണ്ട്. ഇതിൽ കൂടിയിട്ടാണ് വെള്ളം വരുന്നത്. ഇതാണ് ഞാൻ ഉണ്ടാക്കിയിട്ടുള്ള പൈപ്പ് ഫിൽറ്റർ. അതിനെ ഞാൻ ഒരു കണക്റ്റിംഗ് പൈപ്പ് വെച്ച്, ഹോസ് വെച്ചിട്ട് ഞാൻ കണക്ട് ചെയ്തിരിക്കുകയാണ്. അതിലേക്ക് വാട്ടർ ഇന്ന്. ഇത് 2.5 ഇഞ്ചിൻ്റെ പൈപ്പാണ്. 1.25 മീറ്ററോളം ലെങ്ത്തും ഉണ്ട്. അത് നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതിപ്പോൾ ഞാൻ ഇവിടെ ചെയ്തിരിക്കുന്നത് നിങ്ങൾക്ക് കലക്കവെള്ളം ശുദ്ധീകരിച്ച് കാണിക്കണം. അത് എത്രത്തോളം മാറുന്നുണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ബക്കറ്റ് പമ്പ് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതിനെ കെട്ടിയെല്ലാം ഇങ്ങനെ കമ്പിയിട്ട് കെട്ടി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പോഴേ നിങ്ങൾക്കത് ലൈവായിട്ട് എനിക്ക് കാണിച്ചു തരാൻ പറ്റുള്ളൂ. എന്താ പറഞ്ഞാൽ നമ്മൾ ഇവിടെ കലങ്ങിയ വെള്ളം എത്രമാത്രം അതിന് വ്യത്യാസം വരുന്നുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് ഞാനിത് ഇപ്രകാരം ചെയ്യുന്നത്. ഇത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഇത് വാട്ടർ ഇന്ന്. ഇതിൽ നമ്മൾ ആ കലങ്ങിയ വെള്ളം ഇതിൽ കൂടിയിട്ടാണ് അതിനകത്തേക്ക് പ്രവേശിക്കുന്നത്. ഈ വെള്ളത്തിനെയാണ് നമ്മൾ ശുദ്ധീകരിക്കാനായിട്ട് പോകുന്നത്. ഇതൊരു ബക്കറ്റ് പമ്പ് അതിൽ കണക്ട് ചെയ്തിട്ടുണ്ട്. 1.5 ഇഞ്ചിൻ്റെ പൈപ്പാണ് അതിലൂടെ പുറത്തേക്ക് പോകുന്നത്. ഈ ബക്കറ്റ് പമ്പിൽ കൂടിയിട്ട്
ആണ് നമ്മൾ ആ ഫിൽറ്ററിലേക്ക് വെള്ളം കൊടുക്കുന്നത്. കണ്ടില്ലേ എത്രമാത്രം അത് കലങ്ങിയിട്ടുള്ള വെള്ളമാണ് എന്നുള്ളത്. ആ കലങ്ങിയ വെള്ളം ഞാൻ ഈ ബക്കറ്റ് പമ്പ് വഴിക്ക് ഫിൽറ്ററിലേക്ക് കൊടുത്തിട്ട് അതിൻ്റെ ഔട്ട് വരുന്നത് നമുക്ക് നോക്കാം. ഒരു ട്രാൻസ്പെറൻറ്റ് കുപ്പിയിൽ ഞാൻ അതിൻ്റെ ഫിൽറ്റർ ചെയ്ത് വരുന്ന ആ വെള്ളത്തിൻ്റെ അവസ്ഥ നിങ്ങൾക്ക് കാണിക്കാനായിട്ട് എടുത്തിട്ടുണ്ട്. ഇത് കണ്ടു, നമ്മൾ കൊടുത്ത വെള്ളം വളരെയധികം കലങ്ങിയതായിരുന്നു. അതിൻ്റെ ഓൾമോസ്റ്റ് ഒരു 70% നമുക്ക് തെളിഞ്ഞു എന്ന് പറയാം. നിങ്ങൾക്ക് കാണുമ്പോൾ അത് മനസ്സിലാവും. ഇതിന് ഞാൻ ഒരു 2 ഗ്ലാസ്സുകളിൽ എടുത്തിരിക്കുകയാണ്. ഇത് നമ്മൾ ആ ബക്കറ്റിൽ ഉള്ള വെള്ളമാണ്. ഇത്രയും അത് കലങ്ങിയ വെള്ളമായിരുന്നു, അതായത് ടർബിഡിറ്റി ഉള്ള വെള്ളമായിരുന്നു. അത് നമ്മൾ ഫിൽട്ടർ ചെയ്ത് വന്നു കഴിഞ്ഞപ്പോൾ ഈ രീതിയിൽ ആയിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് ആ 2 ഗ്ലാസ്സുകളിലുള്ള വെള്ളം കാണുമ്പോൾ അത് എത്രമാത്രം വ്യത്യാസം വന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. നമുക്ക് 100% അത് തെളിഞ്ഞു എന്ന് പറയാൻ പറ്റില്ല. അതിൻ്റെ കലക്കം കുറച്ച് ഇപ്പോഴും ഉണ്ട്. അത് മുഴുവനായിട്ട് ട്രാൻസ്പെറൻറ്റ് എന്നുള്ള രീതിയിൽ ആയി വന്നിട്ടില്ല. അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ 2 ഗ്ലാസ്സുകളും വീണ്ടും വീണ്ടും തിരിച്ചും മറിച്ചും എല്ലാം വെക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എത്രത്തോളം ഇതിൽ വ്യത്യാസം വരുന്നുണ്ട് എന്ന്. അപ്പോൾ നിങ്ങൾ പൈപ്പ് ഫിൽറ്ററിനെ കുറിച്ചുള്ള വീഡിയോ കണ്ടിരിക്കുമല്ലോ. ഈ തരത്തിലുള്ള ഫിൽറ്ററുകൾ നമുക്ക് സെഡിമെൻറ്റ് ഫിൽട്ടറൈസേഷന് വളരെയധികം ഉപകാരപ്രദമാണ്. അതായത് നമ്മുടെ ചെറിയ പാർട്ടിക്കിൾസ് എല്ലാം ഇത്തരത്തിൽ നമുക്ക് ഫിൽട്ടർ ചെയ്യാൻ കഴിയും. ഒരു കാര്യം പ്രത്യേകം ഞാൻ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഫിൽട്ടേഴ്സ് എന്ന് പറയുമ്പോൾ അത് പൂർണ്ണമായി ഒരു ജലശുദ്ധീകരണം ചെയ്യുന്ന ഒരു മെത്തേഡ് അല്ല. എന്തെന്നാൽ പല ഫിൽട്ടറുകളും അതിലുള്ള പാർട്ടിക്കിൾസിനെ മാത്രം റിമൂവ് ചെയ്യുന്നതാണ്. മറ്റ് ഫിൽട്ടേഴ്സ് മൈക്രോബയോളജിക്കൽ ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യുന്നു. മറ്റു കുറേ ഫിൽട്ടേഴ്സ് നമ്മുടെ കെമിക്കൽസിനെ റിമൂവ് ചെയ്യുന്നു. അങ്ങനെ എല്ലാം കൂടി റിമൂവ് ചെയ്യുന്ന ഒരു ഫിൽട്ടർ രീതിയാണ് നമുക്കൊരു കംപ്ലീറ്റ് ഫിൽട്ടർ എന്ന് പറയാൻ കഴിയുന്നത്. അപ്പോൾ നമ്മുടെ സെഡിമെൻറ്റ് ഫിൽട്ടേഴ്സിൽ എല്ലാം ഭൂരിഭാഗവും നമ്മുടെ സെഡിമെൻറ്റ്സ്, അതായത് നമ്മുടെ ജലത്തിൽ ലയിക്കാതെ കിടക്കുന്ന മാലിന്യങ്ങളെ മാത്രം നീക്കം ചെയ്യുന്നവ ആണ്. ഈ കാര്യം പ്രത്യേകം നിങ്ങൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. അല്ലാതെ ഇതൊരു ജലശുദ്ധീകരണ പ്രക്രിയ അല്ല. ശുദ്ധീകരണത്തിൻ്റെ ആദ്യ പടി മാത്രമാണ് ഈ സെഡിമെൻറ്റ് ഫിൽട്ടറൈസേഷൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും എൻ്റെ ഈ വീഡിയോവും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. മറ്റൊരു വീഡിയോവുമായി നിങ്ങൾക്ക് മുന്നിൽ വീണ്ടും വരുന്നവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.